പക്ഷെ ഗുളിക കഴിച്ച് കഴിഞ്ഞാല് നല്ലോണം പിന്നെ ഷുഗർ കുറഞ്ഞല്ലോ, ഷുഗറായി. വീണ്ടും നമ്മള് പിന്നെ ഞാൻ ഷുഗർ കുറഞ്ഞല്ലോ വെച്ചിട്ട് വീണ്ടും ഇത് ആയി കഴിഞ്ഞാല് ഗുളിക നിർത്തി കഴിഞ്ഞാല് വീണ്ടും ഷുഗർ ആവുക. ഗുളിക കഴിച്ചില്ലെങ്കിൽ ഓവർ ഷുഗർ ആവുക. ഡോക്ടർ ജോർജ് തയ്യിൽ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ലൂർദ് ഹോസ്പിറ്റൽ, കൊച്ചി. ഞാൻ ഒരു 2009, 2008 പോലെ ഒരു ഡയബറ്റിക് ഒരു പേഷ്യന്റ് ആണ്. സൗദിയിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് അങ്ങനെ ഷുഗർ കണ്ടു. പിന്നെ അങ്ങനെ ഞാൻ ഒരു 2-3 മാസം അവിടുന്ന് ഗുളിക കഴിച്ചു. എനിക്ക് നോർമലായി. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഗുളിക കഴിക്കാറില്ല. 2-3 വർഷമായിട്ട് ഗുളിക ഒന്നും കഴിക്കാറില്ല. അപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ആയതിനു ശേഷം വീണ്ടും എനിക്ക് ഡയബറ്റിക് തുടങ്ങി. തളർച്ച തോന്നി. അങ്ങനെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും പിന്നെ നോക്കിയപ്പോ 280 ഷുഗർ 280 ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന പ്രയാസം എന്താ വെച്ചാൽ ഈ ഷുഗർ കൂടി കഴിഞ്ഞ സാറേ യൂറിയം കൂടുതൽ വരുമായിരുന്നു. യൂറിയം അങ്ങനെ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ പോവാന്നൊരു ഇതുണ്ടായിരുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്ന കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റായ ബ്ലഡ് യൂറിയയും സിറം ക്രിയാറ്റിനുമാണോ? അതെ സാർ. അതിന്റെ പറഞ്ഞോളൂ, പെട്ടെന്ന് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇപ്പൊ വീണ്ടും എന്താ വെച്ചാല് ഞാനിപ്പോ ഗുളിക കഴിക്കുന്നുണ്ട്. ഡോക്ടർ ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷെ ഗുളിക കഴിച്ച് കഴിഞ്ഞാല് നല്ലോണം പിന്നെ ഷുഗർ കുറഞ്ഞല്ലോ, ഷുഗറായി. വീണ്ടും നമ്മള് പിന്നെ ഞാൻ ഷുഗർ കുറഞ്ഞല്ലോ വെച്ചിട്ട് വീണ്ടും ഇത് ആയി കഴിഞ്ഞാല് ഗുളിക നിർത്തി കഴിഞ്ഞാല് വീണ്ടും ഷുഗർ ആവുക. ഗുളിക കഴിച്ചില്ലെങ്കിൽ ഓവർ ഷുഗർ ആവുക. ഞാൻ പറയാം. താങ്കളുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നാം നോക്കണം, പ്രമേഹത്തിന്റെ ചികിത്സ എന്ന് പറയുന്നാൽ നമ്മൾ ഒരു പനിയോ അല്ലെങ്കിൽ ജലദോഷമോ ചികിത്സിക്കുന്ന പോലെ ഏതാനും ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം 7 ദിവസം കൊണ്ട് ചികിത്സിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന ഒന്നല്ല പ്രമേഹം. പ്രമേഹം എന്ന് പറഞ്ഞാൽ അത് ആജീവനാന്ത കാലം ഭക്ഷണം ക്രമീകരണം, വ്യായാമം, ഒപ്പം ആവശ്യമുണ്ടെങ്കിൽ ഔഷധങ്ങൾ, കുത്തിവയ്പ്, ഇൻസുലിൻ ആവശ്യമുള്ള ചികിത്സയാണെന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം നമുക്ക് നിർത്തുക എന്നുള്ള പ്രശ്നം അത് ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് താങ്കളൊരു, പ്രത്യേകിച്ച് താങ്കൾക്ക് ഫാസ്റ്റിംഗ് 260 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രമേഹമുണ്ടെന്ന് നോക്കണം. മാത്രമല്ല, താങ്കളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, കിഡ്നിയുടെ പ്രവർത്തന നിരതയെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന 2 പരിശോധനകളാണ് യൂറിയയും ക്രിയാറ്റിനും. ആ യൂറിയ കൂടുന്നു അല്ലെങ്കിൽ ക്രിയാറ്റിനൊപ്പം കൂടി കാണും. ഇതുണ്ടെന്നുള്ള തീർച്ചയായിട്ടും താങ്കൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അതിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും അത് നാം ഓർക്കണം. പ്രമേഹ രോഗി ഏതാണ്ട് 3-4 ഇരട്ടി 5 ഇരട്ടി ഹൃദ്രോഗമുണ്ടാകും. അതുപോലെ തന്നെ ഡയാലിസിസിലേക്ക് പോകുന്ന ഏതാണ്ട് രോഗികളിൽ, അതായത് കിഡ്നി രോഗികളിൽ ഏതാണ്ട് 60-70% പ്രമേഹ രോഗികളാണെന്ന് ഓർക്കണം. അതായത് പ്രമേഹം കാലക്രമത്തിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും താങ്കൾ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണണം, ഒരു ഡയബറ്റോളജിസ്റ്റിനെയും കാണണം. കാരണം ഇത് കൃത്യമായിട്ട് ഇൻസുലിൻ താങ്കൾക്ക് വേണ്ടിവരും. ഇൻസുലിൻ കൃത്യമായ ഡോസിൽ ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ വഷളാക്കാതിരിക്കാനുള്ള എല്ലാ ക്രിയാത്മക പ്രവൃത്തികളും താങ്കൾ ചെയ്യണം. ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഒപ്പം ഇൻസുലിൻ. കൂടാതെ ഒരു നെഫ്രോളജിസ്റ്റിനെ, ഒരു വൃക്ക രോഗ വിദഗ്ധനെ കാണണം, ഒരു ഡയബറ്റോളജിസ്റ്റിനെ കാണണം.